അപ്പൊ മക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് സീതാഫൽ റബഡി അഥവാ കസ്റ്റാർഡ് ആപ്പിൾ ക്രീമി ഡെസേർട്ട്ന്നോ കസ്റ്റാർഡ് ആപ്പിളിന്റെ ഐസ്ക്രീംന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം. ഈ ക്രീമി ഡെസേർട്ട് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് എന്താ അറിയോ? കസ്റ്റാർഡ് ആപ്പിൾ ആണ്. പക്ഷെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ തന്നെ വീട്ടിലുണ്ടായിട്ടുള്ള ഈ ഒരു ഫ്രൂട്ടാണ്. ഇതിന് ചക്കപ്പഴം എന്ന് പറയുന്നവരുണ്ട്, ഈനാമ്പഴം പറയുന്നവരുണ്ട്, പല പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പൾപ്പിന്ന് നമുക്ക് ഈ കുരു വേർതിരിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് പൾപ്പ് മാറ്റിയിട്ട് ഒരു കറക്കിയാൽ കുരു വേർതിരിച്ച് കിട്ടും. പിന്നെ വേണ്ടത് കുറച്ച് പാല് കുറുക്കി എടുക്കുകയാണ്. ഒരു ഗ്ലാസ് പാൽ നമ്മൾ അര ഗ്ലാസ് ആക്കി കുറുക്കി മാറ്റണം. അതിലേക്ക് കുറച്ച് ഏലക്കായും 2-3 സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് കുറുക്കി എടുക്കുക. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടാൽ മതി. നല്ല മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അത്യാവശ്യം പഞ്ചസാര ഇരുന്നോട്ടെ. എന്നിട്ട് ആ പാല് തണുപ്പിച്ചതിന് ശേഷം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം അതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ. നമ്മുടെ ആ നമ്മുടെ പൾപ്പ് ഒന്ന് തിക്കായി വരണം, ക്രീമി ആയി വരണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് പാലൊഴിച്ച് അതൊന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാറ്റിയെടുക്കാം. ഇനി അത് നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ്സിലേക്ക് മാറ്റി ഒഴിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സീഡ്സോ നട്ട്സോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ആയാലും മതി, എന്താണോ ഉള്ളത് അതിടുക. ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്നട്ട്സും വാൾനട്ട്സും ഒക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് സീഡ്സും ഇട്ടിട്ടുണ്ട്, ചിയാ സീഡ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്, സാഫ്രോണും ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1/2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു ഐസ്ക്രീം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കല്ലേ.